സോറി അമ്മ. അമ്മയ്ക്ക് കാത്തിരുന്ന് ബോറായോ? സാരമില്ല. എന്നാലും അമ്മയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടെ? അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കേണ്ടി വന്നത്. അവിടെ നിന്ന് ഇറങ്ങുന്ന ധൃതിയിൽ ഞാനതങ്ങ് വിട്ടുപോയി. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അമ്മയ്ക്കിത് എന്തു പറ്റി? എന്താ എന്ത് കോലമ്മ ഇത്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വന്നപ്പോ കണ്ടതിനേക്കാൾ കൂടുതൽ ക്ഷീണിച്ചു അമ്മ. അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. ഒന്നും അല്ല, അമ്മ ശരിക്കും ക്ഷീണിച്ചു. അവിടെ അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല അല്ലേ? അവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തിനാ അമ്മ എന്നോട് മറയ്ക്കാൻ നോക്കുന്നേ? അവിടെ അമ്മ എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടെന്ന് അമ്മയുടെ ഈ മുഖം കാണുമ്പോൾ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പറ, BP ശരിക്കും സങ്കടപ്പെടുത്തുന്നുണ്ടല്ലേ അമ്മേ? അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അപ്പൂ. ഒന്നും BP അറിഞ്ഞോട് ചെയ്യുന്നതല്ലല്ലോ. മനസ്സിന്റെ ഇതെണ്ണം ഭേദമാവുമ്പോൾ നമുക്ക് പഴയ VP തിരിച്ചു കിട്ടുമായിരിക്കും. അമ്മയ്ക്ക് ഇപ്പോഴും അങ്ങനെ നല്ല പ്രതീക്ഷ ഉണ്ടല്ലേ? പിന്നല്ലാതെ, അതിനുവേണ്ടിയല്ലേ അപ്പൂ ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. എന്നെങ്കിലും BP പഴയ ആളായിട്ട് തിരിച്ചു വരും തന്നെ എന്റെ പ്രതീക്ഷ. അമ്മയ്ക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പഴയ BP തിരിച്ചു കിട്ടുമെന്ന് ആത്മാർത്ഥമായോ ആഗ്രഹിക്കാം. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലല്ലോ, അല്ലേ അമ്മ? ആര് പറഞ്ഞു അങ്ങനെ? ഒന്നുമില്ല അപ്പൂ. നിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിട്ടായിരിക്കും നമ്മൾ VP തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ ഒരാളായി VP എനിക്ക് തിരിച്ചു തരാമെന്ന് ഡോക്ടർ വാക്ക് തന്നിരിക്കുക. അമ്മയുടെ ഈ സെൽഫ് കോൺഫിഡൻസും ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഗീതാലക്ഷ്മിയുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഈ സിറ്റുവേഷനിൽ തകർന്നടിഞ്ഞു പോയേനെ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? വന്നു കയറി ഉടൻ തന്നെ എന്നെ പുകഴ്ത്തി അങ്ങ് പുരപ്പുറത്തിരുത്താൻ നോക്കുകയാണല്ലോ നീ. ഞാൻ പുകഴ്ത്തിയൊന്നും അല്ലമ്മേ, ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ. ഐ ഫീൽ പ്രൗഡ് ഓഫ് യു. ഇങ്ങനൊരു അമ്മയെ കിട്ടിയത് തന്നെയാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അയ്യോ, സംസാരിച്ചെന്ന കൂട്ടത്തിൽ ഞാൻ അത് മറന്നു. അമ്മ ഒന്നും കഴിക്കാതെ ആയിരിക്കും പോകുന്നതല്ലേ? ബാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഇപ്പൊ ഒന്നും വേണമെന്നില്ല അപ്പൂ. ഞാൻ ഒന്ന് ഫ്രഷായി കുറച്ചേരൊന്ന് കിടക്കട്ടെ, എന്നിട്ട് മതി ആഹാരം. അത് പറ്റില്ല. അമ്മ ആദ്യം ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഡെയ്സിന്റെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയിരിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് അമ്മ പോയി കുറച്ചേരം റെസ്റ്റ് എടുത്തോ, അത് മതി. അല്ല, ഡെയ്സി എന്താ പെട്ടെന്ന് തിരിച്ചു പോയത്? മാളും ഡോക്ടറും ഇന്ന് രാത്രിയോ നാളെയോ എത്താൻ ചാൻസ് ഉണ്ടെന്ന്. വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടി പോയതാ ആന്റി. കുറച്ച് ദിവസമായിട്ട് അടച്ചുമൂടി കിടക്കുമല്ലേ. അമ്മ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം. അമ്മേ, ദാ വരുന്നു. അമ്മ ഇരിക്കെ, ഞാൻ വിളമ്പാം. നീയും കൂടി ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വിശപ്പില്ല, എന്നാലും അമ്മയ്ക്കൊരു കമ്പനി ആവട്ടെ. നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ. ഇരിക്കുക. ആതിര വിളിക്കാറുണ്ടോ അപ്പൂ? ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുതെന്ന് വിളിക്കുമ്പോഴൊക്കെ പറയും. ആതിര ഇവിടെ ഉള്ളപ്പോ സമയം പോകുന്ന അറിയേയില്ല. ഡെയ്സാൻഡിക്ക് നല്ല കൂട്ടായിരുന്നു അവള്. BP പിന്നെ ആതിരയെ കുറിച്ച് വല്ലതും ചോദിച്ചോ അമ്മേ? അവൾ അവിടെ വീട്ടിലെത്തിയോ, എങ്ങനെയാ പോയെന്നൊക്കെ അന്ന് ചോദിച്ചു. പിന്നീട് കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നി VPക്ക് ഇപ്പൊ ഇവിടെ പുതിയ കമ്പനിയും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയല്ലോ. അതിനിടയിൽ ആതിരയുടെയും മറ്റുള്ളവരുടെയും കാര്യം ഓർക്കാൻ VPക്ക് എവിടെയാ നേരം, അല്ലേ അമ്മ? അവരിപ്പോഴും അവിടെ തന്നെ ഇല്ലേ അമ്മ? ആരുടെ കാര്യം നീ ചോദിച്ചത്? ആ സ്ത്രീ, എന്താ അവരുടെ പേര്? രേണുക. BP ഇപ്പോഴും അവരുമായിട്ട് വലിയ അടുപ്പത്തിലാ? അങ്ങനെയൊന്നുമില്ല, കാണുമ്പോ സംസാരിക്കാറുണ്ട്, അത്ര തന്നെ. നീ കഴിക്ക്.
ഒന്ന് ആലോചിച്ചാ നിനക്ക് ഇവളെയും കൂട്ടി പണ്ടേ അവിടെ നിന്ന് പോരാൻ തോന്നിയത് നന്നായി നന്ദാ. നല്ല നാടും ആൾക്കാരുമായി ഇത്, ചുറ്റുവട്ടവും കൊള്ളാം. എന്നാൽ ടൗണിന്റെ ഒരു തിക്കും തിരക്കും ഒട്ടില്ലതാനും. ശേഖരമാമൻ എവിടെയെങ്കിലും പിടിച്ചുപോയെന്ന് തോന്നുന്നു. എന്താ സംശയം? 2-3 തവണ ഞാനിവിടെ വന്നിട്ടും എനിക്കിവിടെ ദോഷമെന്ന് പറയാൻ ഒരനുഭവം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞ നാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ് ഇവിടെ എവിടെയെങ്കിലും ഇത്തിരി ഭൂമി വാങ്ങി അങ്ങ് കൂടിയാലോ എന്തെന്നൊരു ചിന്തയില്ലാതില്ല. നമ്മുടെ നാടും അത്ര മോശമൊന്നുമല്ലല്ലോ മാമ. നാടിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. കാരണവന്മാരായിട്ട് സമ്പാദിച്ച മണ്ണ, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ എന്താ ചെയ്യുക മോനെ? അതുമാത്രമല്ലല്ലോ കാര്യം, എനിക്കും ശാരദയ്ക്കും ഒക്കെ പ്രായമായി വരികയല്ലേ. നിളയുടെ കാര്യമാണെങ്കിൽ ഇങ്ങനെയും. ഞങ്ങളൊന്ന് വീണുപോയാ അവളവിടെ ഒറ്റയ്ക്ക്, സഹായത്തിന് ആരുമില്ലാതെ എങ്ങനെയാ? തുണയാവൂന്ന് കരുതിയവനെ കൊണ്ട് ഉപദ്രവമല്ലാതെ മറ്റൊന്നുമില്ലതാനും. അതേസമയം ഇവിടെ ആവുമ്പോ ഒന്നുമില്ലെങ്കിലും നീയും മാതിരയും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് വിറ്റുപോരാൻ നിളച്ചിച്ചിട്ട് ഭർത്താവ് സമ്മതിക്കോ? അവന്റെ സമ്മതം ആർക്ക് വേണം? എന്റെയും എന്റെ മോളുടെയും പേരിലുള്ള ഭൂമി വിൽക്കാൻ അവന്റെ സമ്മതമോ ഔദാര്യമോ ഒന്നും ആവശ്യമില്ലല്ലോ മോളെ. സത്യം പറഞ്ഞ അവനെ പേടിച്ചിട്ടാ ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് തന്നെ. ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത ബന്ധമായി പോയി അത്. ഉപകാരമുള്ള ബന്ധങ്ങള് മാമനായിട്ടല്ലേ വേണ്ടാന്ന് വെച്ചത്? ആതിരേ, വേണ്ട, അവള് പറഞ്ഞോട്ടെ. അവളെങ്കിലും അത് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് സങ്കടമാവും. നീ പറഞ്ഞത് അക്ഷരം പ്രതി സത്യാമോളെ. കയ്യിലിരിക്കുന്ന പൊന്നു കാണാതെ പൊന്തയിലിരിക്കുന്ന കാക്കപ്പൊന്നിന്റെ പുറകെ അലഞ്ഞവനാ ഞാൻ. അതിന്റെ ശിക്ഷ എനിക്കും എൻ്റെ കുടുംബത്തിനും ആവോളം കിട്ടി. ആയുസ്സെത്തുന്നതിന് മുമ്പ് പറ്റിപ്പോയ അബദ്ധമൊക്കെ ഒന്ന് തിരുത്താൻ പറ്റിയ അതിലും വലിയ ഭാഗ്യം എനിക്കിനി വേറെയില്ല. അല്ല, അതൊക്കെ പോട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? ഇവളുടെ പേരും പറഞ്ഞ് ഇനിയുള്ള കാലം മുഴുവൻ ഒറ്റാന്തടിയായി ജന്മം പാഴാക്കാനാണോ നിന്റെ ഉദ്ദേശം? അതിപ്പോ എന്റെ കാര്യം എങ്ങനെയായാലും അതൊന്നും ആരെയും ബാധിക്കുന്ന കാര്യമല്ലല്ലോ മാമ. അതൊക്കെ നിന്റെ വെറും തോന്നലാ. ഇപ്പൊ പ്രായത്തിന്റെ ഈ ചോരത്തിളപ്പിൽ കൂട്ടും കുടുംബവും ഒക്കെ വേണ്ടാന്ന് തോന്നും. അതില്ലാത്തതിന്റെ കുറവ് മനസ്സെത്തുന്നിടത്ത് കൈയെത്താതെ വരുന്ന സമയത്തെ മനസ്സിലാവും. തുറന്നു പറയാലോ നന്ദാ, എൻ്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. അതിനുള്ള സമയമായിട്ട് പറയാമെന്ന് കരുതിയിരിക്കുക ഞാൻ. അതുകൂടി മനസ്സിൽ കണ്ടിട്ടാ എല്ലാം വിറ്റുപിറക്കി ഇങ്ങോട്ട് മാറിയാലോ എന്നൊരു ചിന്ത മനസ്സിൽ തോന്നിയത്. ഞാനായിട്ട് ചെയ്തു പോയ തെറ്റിന് പരിഹാരം കാണേണ്ടതും ഞാൻ തന്നെയാണല്ലോ. ആ പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാൻ അങ്ങ് പോവും. നീ ഒഴിവ് ദിവസം നോക്കി ഇവളെയും കൂട്ടി നാട്ടിലോട്ടൊന്ന് വരാൻ നോക്ക്. ശാരദയും നിളയും ഒക്കെ എപ്പോഴും നിങ്ങളുടെ കാര്യം ചോദിക്കും. എല്ലാരെയും ഒന്ന് കണ്ട് കുടുംബക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങാലോ. നോക്കട്ടെ മാമ, ഞാൻ ശ്രമിക്കാം. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ ഗൗരവമായിട്ട് എടുക്കണം. നിളയുടെ കാര്യം എത്ര നാളെന്ന് കരുതിയിട്ടാ അവളിങ്ങനെ കയ്പും കണ്ണീരും കുടിച്ച് കഴിയുന്നത് കാണുന്നത്. പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുട്ടി എന്തും സഹിച്ചവിടെ നിന്നേനെ. ഇതിപ്പോ അവൾക്ക് പോലും അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവൾ കുടുംബത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ അവിടെ പറ്റൊരു വക്കീൽ ഏർപ്പാടാക്കാം മാമ. നോക്കട്ടെ. ഒക്കെ നിന്റെ യുക്തി പോലെ ചെയ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.
രേണുക വരൂ വരൂ. റൂമിലേക്ക് എനിക്ക് പ്രവേശന വിലക്കൊന്നുമില്ലല്ലോ അല്ലേ? വേലക്കോ ടീച്ചർക്കോ? ശേ, അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ സാറിനോട് മിണ്ടുന്നതും കൂട്ടുകൂടുന്നതും ഒന്നും മിസ്സസിന് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ഒരാള് ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കുന്നത് ശരിയാണോ എന്ന് ഒരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. അതിലെന്ത് തെറ്റാ ഉള്ളത്? രേണുവയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്റെ റൂമിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വരൂ, ഇരിക്കും. ഞാനിവിടെ വരുന്നതിൽ സാറിന് വിരോധമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെയല്ലല്ലോ സാറിന്റെ ഭാര്യയുടെ കാര്യം. ഇപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സാറിന്റെ മിസ്സസ് വരുന്നതെങ്കിൽ അവർക്കെന്ത് തോന്നും? ഞാൻ സാറുമായുള്ള സൗഹൃദം മുതലെടുക്കുകയാണെന്നല്ലേ പുള്ളിക്കാരി വിചാരിക്കൂ. ഏയ്, ഗീതയ്ക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ ഞാനത് വകവച്ചു കൊടുക്കാനും പോകുന്നില്ല. എന്നാലും അവർക്കത് സങ്കടാവും സാർ. അതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും രേണുക? ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഗീതയോട് സങ്കടപ്പെടാൻ ഞാനതാനോ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, അല്ലെങ്കിലും ഗീത ഉടനെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അതെന്തു പറ്റി? അല്ല, വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങൾ നോക്കി അവിടെ വന്നാൽ അത്രയും നല്ലത്. ചിലപ്പോ 2-3 ദിവസത്തിനുള്ളിൽ ഞാനും ഇവിടുന്ന് പോയെന്നിരിക്കും. പൂവ് എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. എന്താ സാർ, എന്തുപറ്റി? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞത് വെറുതെ ആണെന്ന് എനിക്കറിയാം. ഞാനിവിടുന്ന് പോകുന്നതിൽ സാറിന് വിഷമമുണ്ടോ? സത്യം പറയൂ. അതിന് ഞാൻ പറഞ്ഞിട്ട് വേണോ രേണുവയ്ക്ക് മനസ്സിലാക്കാൻ? അപ്പോ ഞാനിവിടുന്ന് പോകണ്ടെന്നാണോ സാറ് പറയുന്നത്? അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ രേണുക ഇവിടുന്ന് പോയാ എനിക്ക് പിന്നെ ആരും ഇല്ലാതെയാവും. സാറ് വരുന്നോ എന്റെ കൂടെ തറവാട്ടിലേക്ക്? സാറിന് എന്റെ നാടും തറവാടും ഒക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. കാവും കളരിയും പാടവും തോടും പുഴയൊക്കെ ഉള്ള ടിപ്പിക്കൽ നാട്ടിൻപുറ ആംബിയൻസ് ആണ് അവിടെ. ഓ, ടീച്ചർ അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വല്ലാതെ കൊതിയാവുന്നുണ്ട്. എത്ര നാളായി ഞാൻ അങ്ങനെ ഒരു ആംബിയൻസിൽ കുറച്ചു നാൾ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഈ ശ്വാസം മുട്ടിക്കുന്ന ജീവിതം വല്ലാതെ മടുത്തു ഞാൻ. എങ്കിലും എന്റെ കൂടെ പോരാൻ തയ്യാറായിക്കോളൂ. തറവാട്ടില് സാറിന് എത്ര കാലം വേണമെങ്കിലും സുഖമായിട്ട് കഴിയാം. സാറിന് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയും തറവാട്ടിലുണ്ട്. പിന്നെ ആകെ ശല്യം ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. രേണുകയുടെ കമ്പനി ഒരിക്കലും എനിക്കൊരു ശല്യമായിട്ട് തോന്നുന്നില്ല. മറിച്ച് അതൊരു അനുഗ്രഹമാണെന്നാണ് എന്റെ വിശ്വാസം. എങ്കിലിനി ഒന്നും ആലോചിക്കാനില്ല. എന്റെ കൂടെ വരാൻ റെഡി ആയിക്കോളൂ. പക്ഷേ ഞാനിവിടുന്ന് എങ്ങനെയാ? ഗീതയോട് പറയണ്ടേ? അവരോട് പറഞ്ഞാൽ സാറിന് ഇവിടുന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം ഈ വിവരം ആരോടും ഷെയർ ചെയ്യണ്ട. പിന്നെ ആരും അറിയാതെ സാറിന് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള വഴിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഇവിടുന്ന് പോകാൻ റെഡിയാവുന്ന ദിവസം ഞാൻ നേരത്തെ സാറിനോട് പറയാം. അതനുസരിച്ച് സാറ് തയ്യാറായിരുന്നാ മതി. എന്നാലും ആരും അറിയാതെ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞാ അതൊക്കെ കുഴപ്പമാവില്ലേ രേണുക? ഒരു കുഴപ്പമില്ല. സാറ് ധൈര്യമായിട്ടിരുന്നാ മാത്രം മതി. ഇവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ തറവാട്ടിലെത്തിയ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് സാറിനെ ആർക്കും തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. എന്താ, എന്റെ കൂടെ വരാൻ സാറ് റെഡിയല്ലേ? സത്യം? സത്യം. സത്യമായിട്ടും ഞാൻ കൂടെ വരും, ഉറപ്പ്.
ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. പറഞ്ഞു വച്ച പോലെ കാക്ക ചോറും കുത്തി. നന്ദ, നിന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോ ഇതുവരെ അമ്മ മോക്ഷം കിട്ടാതെ അലയുകയായിരുന്നെന്നാണോ മാമൻ പറഞ്ഞു വരുന്നത്? എന്താ സംശയം? അതിന് കാരണമുണ്ടല്ലോ. തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പല കമ്പേരായിപ്പോയി എന്നുള്ള സങ്കടം അതവക്ക് കാണാതിരിക്കുമോ? ഇന്ന് ആ പിണക്കവും അകൽച്ചയും ഒക്കെ മാറി നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും.